Hello and welcome to Tasty Retreat. So ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ഫ്രൈഡ് ഐസ്ക്രീമാണ്. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അതെങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് നോക്കാം. അതിന് വേണ്ടത് ഐസ്ക്രീം വേണം. ഐസ്ക്രീം സ്കൂപ്പ് ചെയ്തിട്ട് ഫ്രീസറിൽ നന്നായി ഫ്രോസ് ആവാൻ വെക്കണം. ഈ ഐസ്ക്രീം ഫ്രോസ് ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു ബാറ്റർ പ്രിപ്പയർ ചെയ്യണം. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ ഓഫ് മൈദ, ഒരു നുള്ളുപ്പ്, ഒരു 2 ടീസ്പൂൺ ഓഫ് ഷുഗർ. ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കൊണ്ടുവരണം. പിന്നെ നമുക്ക് ബ്രെഡ് ക്രംസ് വേണം. അപ്പം നമ്മുടെ ഐസ്ക്രീം നന്നായി ഫ്രോസ് ആയതിനു ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ ബാറ്ററിലിട്ട് നന്നായി കവർ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലിട്ട് നന്നായി കോട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബ്രെഡ് ക്രംസ് ഇല്ല എന്നാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ അവിൽ പൊടിച്ചിട്ട് കോട്ട് ചെയ്താലും മതി, അല്ലെങ്കിൽ കോൺഫ്ലെക്സ് ഉണ്ടെങ്കിൽ അതായാലും മതി. ഇനി നമ്മുടെ ഈ കോട്ട് ചെയ്ത ഐസ്ക്രീം വീണ്ടും ഫ്രീസറിൽ വെച്ചിട്ട് നന്നായി ഫ്രോസ് ആവാൻ വെക്കണം. ഒരു 1 to 2 hours ഫ്രോസ് ആവാൻ വെക്കണം. ഞാൻ ആ വീഡിയോ ഇവിടെ കാണിച്ചിട്ടില്ല. അപ്പം നമ്മുടെ ഈ ഐസ്ക്രീം കോട്ട് ചെയ്ത ഐസ്ക്രീം ഫ്രോസ് ആയതിനു ശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായി എണ്ണ ചൂടാക്കാൻ വയ്ക്കുക. ഓയിലാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഏത് തരം റിഫൈൻ ഓയിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. സോ നമ്മൾ നല്ല തിളച്ച എണ്ണയിലോട്ട് മാത്രം നമ്മൾ ഐസ്ക്രീം ഫ്രൈ ചെയ്യാൻ പാടുള്ളൂ. ഒരു 1 to 2 seconds ഫ്രൈ ചെയ്ത് ഇമ്മീഡിയറ്റ്ലി എടുക്കണം, അല്ലെങ്കിൽ ഐസ്ക്രീം മെൽട്ടായി പോകും. പെട്ടെന്ന് കുക്ക് ചെയ്ത് എടുക്കണം. അപ്പം നമ്മുടെ ഐസ്ക്രീം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിത് എടുത്തിട്ട് ഒരു ബൗളിലോട്ട് മാറ്റുവാണ്. ഇതൊക്കെ ഉണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഉള്ളിൽ മെൽറ്റ് ഒന്നും ആയിട്ടില്ല. അത്രയും ഫ്രോസ് ആയി എന്നാൽ പെട്ടെന്ന് കുക്ക് ചെയ്തെടുത്തത് കൊണ്ടാണ് അങ്ങനെ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. സോ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.